ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. അവഗണിക്കപ്പെടുന്ന ഫാർമസിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് എം കെ രാഘവൻ MP. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. സ്വകാര്യ ഫാർമസിസ്റ്റ് അസോസിയേഷൻ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. ഉദ്ഘാടനം എം കെ രാഘവൻ MP നിർവഹിച്ചു. ജീവൻ രക്ഷാ മരുന്ന് കൈകാര്യം ചെയ്യുന്ന 90,000 രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുമാർ കേരളത്തിൽ മാത്രമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗികളുടെ മരുന്ന് വിതരണം, ദുരിതാശ്വാസ മേഖലയിലെ സേവനം എന്നിവിടങ്ങളിൽ ഫാർമസിസ്റ്റുകൾ സേവന പ്രവർത്തനത്തിന് തയ്യാറായിട്ടും സർക്കാർ ഈ വിഭാഗത്തെ അവഗണിക്കുകയാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വലിയ പരിഗണനയാണ് ഫാർമസിസ്റ്റുകൾക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പരിഗണന ഫാർമസിസ്റ്റുകൾക്ക് ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ അതിന്റെ ലീഡർഷിപ്പിന് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. നിർബന്ധമായും നിങ്ങൾ ഈ ഒരു സിസ്റ്റം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സംസ്ഥാന ഗവൺമെന്റിനോട് നേരത്തെ സൂചിപ്പിച്ച പോലെ നോട്ടിഫിക്കേഷൻ വന്നുവെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല, നടപ്പിലാക്കിയിട്ടില്ല. അത് അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കണം. ജീവൻ രക്ഷാ മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള മേഖലയായതുകൊണ്ട് ഫാർമസിസ്റ്റുകളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലഭിക്കേണ്ടുന്ന പരിഗണന ലഭിക്കാൻ കൂടി ഈ ഒരു നടപടിക്രമം സ്വീകരിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ഈ സംഘടനയും നിങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഒരിക്കൽ കൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. പരിപാടിയിൽ KPPA സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ് അധ്യക്ഷനായിരുന്നു. ഫാർമസി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VJ റിയാസ്, കൗൺസിൽ അംഗങ്ങളായ TR ദിലീപ് കുമാർ, KP സണ്ണി, A ജാസ്മി മോൾ, TV നവജി, ചെറിയന്നൂർ രാജീവ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും മലിനമായ പുഴയായി കല്ലായിപ്പുഴ മാറിയെന്ന പഠന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്.